നമ്മുടെ ജീവിതത്തിൽ സിനിമ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് എലമെൻ്റ് എന്നതിലുപരി സിനിമയെ നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്ക് പരിചിതമായത് സിനിമയിലൂടെയാകും. പല അറിവുകൾ ലഭിച്ചതും അക്കൂട്ടത്തിലുണ്ടാകും. എന്നാൽ സിനിമ നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് മണ്ടന്മാരാക്കിയ കാര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പലതും നമ്മൾ സിനിമയിൽ കണ്ട് കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഷൂട്ട് ചെയ്യുന്ന ഗണ്ണിൽ സൈലൻസർ ഉപയോഗിച്ചാൽ ശബ്ദമില്ലാതെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയത്. സിനിമയിലെ നായകൻ സൈലൻസർ ഘടിപ്പിച്ച് തോക്കുപയോഗിച്ച് ശബ്ദമില്ലാതെ ഷൂട്ട് ചെയ്യുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ സൈലൻസർ ഘടിപ്പിച്ചാലും ഷൂട്ട് ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാകും. സൈലൻസർ ഘടിപ്പിക്കുന്നതുകൊണ്ട് ശബ്ദത്തിൻ്റെ തീവ്രത ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാകും എന്നതൊഴിച്ചാൽ ഒട്ടും ശബ്ദമില്ലാതാവുകയില്ല. അടുത്തത് ഹാൻഡ് ഗ്രനേഡ്. ഇത് പല സിനിമയിലും നായകന്മാരോ വില്ലന്മാരോ പല്ലുപയോഗിച്ച് കടിച്ചു വലിച്ച് അതിൻ്റെ പിന്നൂരുന്നതായി കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പല്ലുകൊണ്ട് ഗ്രാനേഡിൻ്റെ പിന്നൂരാൻ ശ്രമിച്ചാൽ പല്ല് മൊത്തം കയ്യിൽ കിട്ടും. കാരണം കൈകൊണ്ട് പിൻ പറിച്ചെടുക്കുന്നത് തന്നെ വളരെ പ്രയാസകരമാണ്. മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഈ പൊസിഷനിൽ വലിച്ചാണ് ആ പിന്നൂരാൻ സാധിക്കുക. അത് വിടുവിച്ചാൽ ഉടനെ തന്നെ വലിച്ചെറിഞ്ഞേക്കണം, അല്ലെങ്കിൽ പണിപാളും. പക്ഷേ സിനിമകളിൽ ബോംബ് കൊണ്ട് ഫൈറ്റ് സീനും കോമഡി സീനും നമ്മൾ കണ്ട് രസിച്ചിട്ടുണ്ട്. ആദ്യം ആണി എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 10 നിങ്ങൾ ഇറങ്ങിക്കാം. ഓക്കെ ഓക്കെ 1 2 3 4 5 6 7 8 9 10. എന്നാൽ അതിൽ വളരെ സീരിയസ് ആയി ചെയ്ത ഫൈറ്റ് സീനും കോമഡിയായ സന്ദർഭങ്ങളുമുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുഴിബോംബ് കൊണ്ടുള്ള അഭ്യാസങ്ങളാണ്. പട്ടാളക്കാരുടെയോ തീവ്രവാദികളുടെയോ ഇതിവൃത്തമുള്ള മിക്ക സിനിമയിലും കുഴിബോംബ് ചവിട്ടുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ടാകും. മിക്കപ്പോഴും നായകൻ്റെ കൂടെയുള്ളവരാകും അതിൽ ചവിട്ടുക. നായകൻ വളരെ സാഹസികമായി കയർ കെട്ടിവലിച്ച് അയാളെ രക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കുഴിബോംബിൽ കാൽ വെച്ചാൽ തൽക്ഷണം ചിന്നിച്ചിതറി മരിക്കും. കുഴിബോംബിൽ കാൽ വയ്ക്കുന്നതോടുകൂടി അതിനകത്തെ സ്പ്രിംഗ് പ്രസ് ആവുകയും ഒരു ഫ്രിക്ഷൻ രൂപപ്പെട്ട് ഷോർട്ട് ആകുന്നതോടുകൂടി അത് പൊട്ടിത്തെറിക്കും. ഇതുപോലെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയും ഉണ്ടാവില്ല. ഇനി അടുത്ത് കാണാൻ പോകുന്നതാണ് ക്ലോറോഫോം. ക്ലോറോഫോം ഉപയോഗിച്ച് ആളുകളെ ബോധം കെടുത്തുന്ന രംഗം നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. ക്ലോറോഫോം അടങ്ങിയ തുണി മൂക്കിൽ വെച്ചതും അവരുടെ ബോധം പോകുന്നത് കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ ക്ലോറോഫോം ഉപയോഗിച്ച് ഒരാളെ പൂർണ്ണമായി മയക്കണമെങ്കിൽ കുറഞ്ഞത് 5 മിനിറ്റ് തുടർന്ന് ആ ക്ലോറോഫോം മൂക്കിൽ വെക്കണം. അല്ലാതെ വെച്ചതും വീഴുന്ന പരിപാടിയൊന്നും നടക്കില്ല. മാത്രമല്ല അധിക നേരം ക്ലോറോഫോം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കില്ല. അത് ഓക്സിജനുമായി കൂടിക്കലർന്ന് കാർബോണൈൽ ക്ലോറൈഡായി മാറും. അത് മൂക്കിൽ വെച്ചാൽ ചെറിയ ഇറിറ്റേഷൻ മാത്രമേ ഉണ്ടാകൂ. ഇങ്ങനെയുള്ളപ്പോഴാണ് ഒരു കർച്ചീഫിലുള്ള ക്ലോറോഫോം പലരെയും മണപ്പിച്ച് ബോധം കെടുത്തുന്ന സീൻ കണ്ട് നമ്മൾ വിശ്വസിച്ചത്. ഇനി കാണാൻ പോകുന്നതാണ് ഹാക്കിംഗ്. സിനിമയിൽ ഹാക്കേഴ്സ് വളരെ ഈസിയായി കമ്പ്യൂട്ടറുകളും CCTV ക്യാമറകളും ഹാക്ക് ചെയ്യുന്നത് വളരെ കൂളായാണ് കാണിക്കുന്നത്. കീബോർഡിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത പോലെ കാണിക്കും. എന്നാൽ ഹാക്കിംഗ് അത്ര എളുപ്പമുള്ള പണിയല്ല. വലിയ വലിയ ഹാക്കേഴ്സ് പോലും ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് പല ഡാറ്റാസും കളക്ട് ചെയ്ത് ഹാക്ക് ചെയ്യുന്നത്. അല്ലാതെ സിനിമയിൽ കാണിക്കുന്നത് പോലെ ബുദ്ധിജീവി ലുക്കിലുള്ള ഒരു പയ്യനെ കൊണ്ടുവന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഹാക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും നടക്കില്ല. ഇനി അടുത്തതാണ് പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം മാറ്റി വേറൊരാളാവുന്നതെല്ലാം സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയ മുഖം മാറ്റി ഒരു പോറൽ പോലും ഇല്ലാതെ പുത്തനാക്കും. എന്നാൽ പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ച് മുഖത്ത് ചില മോഡിഫിക്കേഷൻ വരുത്താം. ചുണ്ടിൻ്റെ കനം കൂട്ടുന്നത്, മൂക്കിന് നീളം വെപ്പിക്കുന്നത് എന്നതൊക്കെ. എന്നാൽ മൊത്തമായി ഒരു മുഖം മാറ്റി വേറൊരാളുടേത് പോലെ ആക്കുക, അതൊന്നും സിനിമയിലേതുപോലെ നടക്കില്ല. Oh, no, 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 no. ഇനി അടുത്തതാണ് പല ക്രൈം സിനിമാ രംഗങ്ങളിലും തെളിവ് ശേഖരിക്കുന്നത്. ആ തെളിവിലെ ഫിംഗർ പ്രിൻ്റ് മായാതിരിക്കാൻ ഒരു കർച്ചീഫ് ഉപയോഗിച്ച് അത് എടുക്കുന്നത് കാണാം. എന്നാൽ ഇത് ശുദ്ധ മണ്ടത്തരമാണ്. ഫിംഗർ പ്രിൻ്റ് അത് നമ്മുടെ ശരീരത്തിലെ വിശർപ്പും എണ്ണമയവും കാരണം പതിയുന്നതാണ്.
ഇങ്ങനെ തുണി ഉപയോഗിച്ച് ആ ഒബ്ജക്റ്റ് എടുത്താൽ ആ രേഖ 90% മാഞ്ഞു പോകുമെന്നതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്തതാണ് പല സിനിമയിലും ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് പൂട്ട് പൊളിക്കുന്നത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം പൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പ് ഉപയോഗിച്ചാണ്. എന്നാൽ തോക്കിലെ ബുള്ളറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ ഉപയോഗിച്ചാണ്. ഇരുമ്പ് പൂട്ട് പൊളിക്കാനൊന്നും ബുള്ളറ്റിന് പറ്റില്ല. ചെറുതായി ഒന്ന് ഞെളങ്ങി എന്ന് വരാം, അത്രമാത്രം. പിന്നെ നമ്മൾ തെറ്റിദ്ധരിച്ച മറ്റൊരു കാര്യമാണ് കോൾ ട്രേസ് ചെയ്യുന്നത്. സിനിമയിൽ നിമിഷങ്ങൾക്കുള്ളിൽ കോൾ ട്രേസ് ചെയ്ത് ലൊക്കേഷൻ കണ്ടെത്തുന്നത് കാണിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു കോൾ ട്രേസ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 1 മിനിറ്റ് എങ്കിലും അവർ കണ്ടിന്യൂസ് ആയി സംസാരിച്ചിരിക്കണം. അങ്ങനെ സംസാരിച്ചാലും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണം ആ കോൾ ട്രേസ് ചെയ്തെടുക്കാൻ. അല്ലാതെ നിമിഷങ്ങൾക്കുള്ളിൽ ടപ്പേ ടപ്പെന്ന് എല്ലാം നടക്കില്ല. പിന്നെ നമ്മെ പറ്റിച്ച മറ്റൊരു വിഷയമാണ് കോർട്ട് രംഗങ്ങൾ. നമ്മളിൽ പലരും കോർട്ടിൽ പോകാത്തവരായിരിക്കും. കോർട്ട് റൂമിൽ നടക്കുന്നത് എന്താണെന്ന് കണ്ടിട്ടുണ്ടാകില്ല. എന്നാൽ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന വക്കീലിനെയും വക്കീലിൻ്റെ തഗ് മറുപടിക്ക് കൈയടിക്കുന്ന ആളുകളെയുമാണ്. ആളുകൾ കൈയടിക്കുമ്പോൾ ഓർഡർ ഓർഡർ പറഞ്ഞ് ചുറ്റികയ്ക്കടിക്കുന്ന ജഡ്ജിനെയും കാണാം. എന്നാൽ യഥാർത്ഥ കോർട്ടിൽ പോയാൽ അവർ സംസാരിക്കുന്നതിൻ്റെ പകുതി പോലും നമുക്ക് മനസ്സിലാകില്ല. ലോ ആൻഡ് ഓർഡർ പഠിച്ചവർക്കേ പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയ്ക്ക് നാടകീയത ഒന്നും അവിടെ നടക്കില്ല. പക്ഷേ ഇതൊക്കെ കണ്ട് കോരിത്തെരിച്ച് കൈയടിച്ചവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് സിനിമാക്കാർ നമ്മെ പറഞ്ഞു പറ്റിച്ച, അല്ല കാണിച്ചു പറ്റിച്ച രസകരമായ കാര്യങ്ങൾ. നിങ്ങൾ വിശ്വസിച്ചിരുന്ന മണ്ടത്തരങ്ങളെപ്പറ്റി കമൻറ്റിൽ രേഖപ്പെടുത്താം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.